നമസ്കാരം പ്രേക്ഷകരെ. ഇന്ത്യൻ ടീമിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. പല പല മാറ്റങ്ങളുണ്ട്. ശ്രേയസ് അയ്യറാണ് ഇനി T20യുടെ പുതിയ ക്യാപ്റ്റൻ. സൂര്യകുമാർ യാദവിനെ സാക്ക് ചെയ്തതാണോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കണം, കുറച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് മദൻ മോഹനെയാണ്. നടൻ, പ്രൊഫഷണൽ ക്രിക്കറ്റർ മദൻ മോഹൻ ഇസ് ഇൻ ദ ഹൗസ്. നമസ്കാരം മദൻ. ഹായ്, ഹലോ. ന്യൂസ് 18ലേക്ക് സ്വാഗതം. താങ്ക് യു. CCL കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്, ഇപ്പോഴാണ് നടന്നത്. അതുകൊണ്ട് ഞാൻ CCL തുടങ്ങിയിട്ട് ലെറ്റ്സ് കം ഹിയർ. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ CCL പരിപാടി? ബാനൊക്കെയാണെന്നാണ് നമ്മൾ കേൾക്കുന്നത്. ബാനാണ്, കുറേ വർഷങ്ങൾക്ക് ശേഷം റീ എൻട്രി കഴിഞ്ഞിട്ട് കേസിന് വേണ്ടി ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു. കേസിനൊക്കെ നമ്മൾ വിചാരിച്ച പോലെ മുന്നോട്ട് വരാൻ പറ്റിയില്ല. എനിക്ക് ആ മത്സരം ഭയങ്കര വിഷമം, കയ്യിരുന്ന കളിയാണ് കൊണ്ട് കളഞ്ഞതെന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണ സീസൺ? CCL ഇത്തവണ പറയാൻ ഞാൻ ഇത്ര ഒരു 12-13 വർഷമായിട്ട് കേസിൻ്റെ കൂടെ ഉണ്ട്. കളിക്കാനില്ലെങ്കിൽ പോലും ഞാൻ ടീമുമായിട്ട് നല്ല കോർഡിനേഷൻ ആയിരുന്നു. എനിക്ക് ആസ് എ ട്രെയിനർ ഉണ്ടായിരുന്നു ഒരു വർഷം. എനിക്ക് തോന്നി ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്ത വർഷം ഈ വർഷമാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി എതിർക്കുന്നു. പക്ഷെ അത് ഇത്തവണ പെർഫോമൻസ് നോക്കിയാൽ നമ്മൾ നല്ല ടീമിനെ ഒന്ന് തോൽപ്പിച്ചു, 2 എണ്ണം തോൽപ്പിച്ചു. അതൊക്കെ ലീഗ് ഘട്ടത്തിൽ അടിപൊളിയായിരുന്നു. നമ്മൾ തോറ്റ കളി നമ്മൾ വളരെ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് തോറ്റത്. കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ തോറ്റ മാച്ച്, അത് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ കയ്യിൽ 44 വേണമായിരുന്നു. 10 ബോളിൽ 12 ബോൾസ് 40 റൺസ് വേണമായിരുന്നു. അത് വേറെ ഒരു ടീം അവിടെ തോക്കൂല. ഞാൻ അതാണ് പറഞ്ഞത്, അവിടെയും ബംഗാളെ പോലെ ഒരു നല്ല ടീമുമായിട്ട് നമ്മൾ ജയിച്ച കളിയാണ്. അത് എനിക്ക് ഓവറോൾ സം ഡേയ്സ് ഹാപ്പൻസ്. എന്താ പറയുക, ഒരു 2 ഓവർ 40 എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര മോശ ദിവസം ആയിരിക്കണം, ഇല്ലെങ്കിൽ തോക്കത്തില്ല. അപ്പോൾ അത്രയും നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. എല്ലാ ടീമിനും പേടിയായി. ആദ്യമായിട്ടാണ് കേരള സ്ട്രൈക്കേഴ്സിനെ ഒന്ന് പേടിച്ചത് എല്ലാ ടീമും, എല്ലാ പ്ലേയേഴ്സ്. ഇപ്പോൾ കുറേ പേര്, ഇപ്പം ആര്യൻ കദൂരിയ വന്നു, നമ്മുടെ ഷാരിഖ് മുഹമ്മദ് ഉഗ്രമായിട്ട് എറിഞ്ഞു. ഈ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചൊരു ടീമിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആര്യനൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു വിക്കറ്റ് കീപ്പിംഗ്. ആര്യൻ വന്നത്. പിന്നെ അങ്ങനെ നമുക്കിപ്പോൾ അഖിൽമാരാർ വെളിയിലായാലും നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത് അഖിൽമാരാറുണ്ട്. വേറെ കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ടീം പാക്ഡ് ആയിരുന്നു. നമ്മൾ കുറച്ചും കൂടെ എ കാറ്റഗറി, ഈ കാറ്റഗറി ബേസ് ഉണ്ടായില്ലേ, എയും ബിയും. അപ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷം ബെറ്റർ ആയിരിക്കും നമ്മൾ. പിന്നെ ഉണ്ണി വന്നു. ഉണ്ണിച്ചേട്ടൻ്റെ ആ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര പാഷനാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഉണ്ണി ഇല്ലെങ്കിൽ ഈ വർഷം ഞാൻ കളിക്കത്തില്ല. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ ടീമിന് വേണ്ടി ഇത്രയും എഫേർട്ട് കൊടുക്കുന്നത്. ടീമിന് വേണ്ടി എന്ത് പറയാൻ, നമുക്ക് തന്നെ അത് തോന്നി, വിഷമമായി പോകും കളി തോക്കുമ്പോൾ. അയ്യോ, ആ ക്യാപ്റ്റന് നമുക്കിത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, തിരിച്ചത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ നമുക്ക് ചില ക്യാപ്റ്റൻസിനൂടെ തോന്നും, നമുക്ക് ആസ് എ പ്ലെയർ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരുന്നു. കാരണം ഞാൻ ഈ സിനിമാ നടന്മാരിൽ കുറച്ച് പ്ലെയേഴ്സിനെ ഇങ്ങനെ നല്ല ക്രിക്കറ്റർ ഹൂ ക്യാൻ ആക്ട്, അല്ലെങ്കിൽ ബെസ്റ്റ് ആക്ടർ ഹൂ ക്യാൻ പ്ലേ ക്രിക്കറ്റ്, അങ്ങനെ തോന്നിയിട്ട് അതായിരിക്കും കുറച്ചുകൂടെ പറയണത് നല്ലത്. കാരണം നല്ല ആക്ടർ, ബെസ്റ്റ് ആക്ടർ ഹൂ ക്യാൻ പ്ലേ ക്രിക്കറ്റ് അന്ന് പറയുന്ന വളരെ കുറച്ച് പേരെ നമുക്ക് എടുക്കാവുള്ളൂ. ഇടയ്ക്ക് നിവിൻ പോളി ആക്ച്വലി കുഴപ്പമില്ല ബാറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ വരുന്ന ചാക്കോച്ചൻ കുഴപ്പമില്ല ബാറ്റ് ചെയ്യും. ഇന്ദ്രേട്ടൻ കളിക്കും, ആസിഫ് കളിക്കും. പക്ഷെ ആസിഫും നിവിനെല്ലാം ഇപ്പോഴത്തെ ഷെഡ്യൂൾ വെച്ച് അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് ഉണ്ണിച്ചേട്ടൻ്റെ വരവ്. പക്ഷേ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയം, പക്ഷേ ഉണ്ണി മാർക്കോ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. മാർക്കോ ചെയ്ത് നിൽക്കുന്ന സമയം ഇത്രയും മോസ്റ്റ് നല്ല പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഹൂ ക്യാൻ പ്ലേ ക്രിക്കറ്റ് വരുന്ന ആസ് എ ക്യാപ്റ്റൻ കൂടെ ഫുള്ള് കളി അവൈലബിളുമാണ്. പുള്ളി ടീമിന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ടീം മീറ്റിംഗിൽ ഇരിക്കുമ്പോഴായിരിക്കും പുള്ളിക്ക് ഷൂട്ടൊക്കെ ഒപ്പം എത്തോരം മാറ്റി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ആലോചിക്കില്ല കളി കാണുന്ന സമയത്തൊക്കെ ഷെഡ്യൂൾ പറയാതിരിക്കാൻ പറ്റില്ല. പുള്ളി നമ്മൾ കറക്റ്റ് ഒരു പ്രൊഫഷണൽ ടീം പോലെ ആയിരുന്നു ഈ വർഷം. നമ്മൾ കളിക്ക് മുമ്പ് തലേദിവസം ഒരു ടീം മീറ്റിംഗ്, കളി കഴിഞ്ഞിട്ട് ഒരു ടീം മീറ്റിംഗ്. നമ്മൾ ഉണ്ണി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും ബാക്കി ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ കളി തോറ്റതിന് ശേഷം വളരെ വൈകാരികമായ രംഗങ്ങളുണ്ടായി. അത് വെളിയിൽ പറയുന്നില്ല. ഞാനിപ്പം വളരെ വിഷമത്തോടെ ഈ ടീം ഇരിക്കണം ഞാൻ ആദ്യമായിട്ടാണ്. കളി തോറ്റിട്ട് നമ്മളെ KS ഇത്രയും വിഷമിക്കുന്ന ഒരു വർഷം ഞാൻ കണ്ടത് ആദ്യമായിട്ടാണ്. ഇതുവരെ ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. നമുക്ക് തോന്നി നമുക്ക് ജയിച്ച് കപ്പടിച്ചത് എന്തായിരുന്നു, വല്ലാത്തൊരു വിഷമമായിപ്പോയി എല്ലാവർക്കും. ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെസ്പിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ തന്നെ ഒരു മാസം എടുത്തു ആ ടീമിന്. എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു മാസത്തോളം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനോ ഒന്ന് ടോട്ടലി ഡെസ്പായിരുന്നു ആ ടീം.
അല്ല, കാരണം നമ്മളും ഞാനിപ്പം ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലെന്ന് പറഞ്ഞാൽ പോലും ഈ സീസണിൽ ഒരു പുതിയ ഒരു 2.0 വേർഷൻ ഉണ്ടായിരുന്നു ടീമിന്. ഞാൻ അങ്ങനെ ഒരു സ്റ്റോറിയും ചെയ്തിരുന്നു. ഇത് കേരള സ്ട്രൈക്കേഴ്സിന് 2.0 വേർഷനാണ്. കാരണം അതുവരെ ഉണ്ടായിരുന്ന നമ്മൾ ഈ പ്രൊഫഷണൽ ക്രിക്കറ്റിംഗ് പരിപാടി കേരള സ്ട്രൈക്കേഴ്സിൽ കാണാത്തൊരു സംഭവം ഈ സീസണിൽ കണ്ടു. അതായത് കളിക്കുന്നവർ മാത്രം വെച്ചൊരു ടീം, അത്രയും എനർജി, ഫയർ ബ്രാൻഡ് ടീം. അതായത് ഓരോ പന്ത് നിങ്ങൾ അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ലാസ്റ്റ് കളിയിൽ ഞാൻ അതിനെപ്പറ്റി വീണ്ടും ആവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ആ കളി നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാർ ഇരുന്ന സമയത്താണ് അത് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഓഫ് ഇവൻറ്റ്സ് സംഭവിക്കുകയും ചെയ്യുന്നത്. ലൈക്ക് എന്തായിരുന്നു 2 ഓവറിൽ സംഭവിച്ചത്? 2 ഓവർ ആക്ച്വലി അത് പ്രേക്ഷകർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടായിരിക്കും. നമുക്ക് ഒരു ബിയും ഒരു എ കാറ്റഗറി എറിയണം. ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് ഒരു എയും ഒരു ബിയും. അങ്ങനെയാണോ വിനീഷയുടെ ലാസ്റ്റ്? അതാണ് വിനീഷയുടെ. ഇപ്പോൾ നമുക്ക് ഒരു എ കാറ്റഗറിക്കാരനെ വേണമെങ്കിൽ 19 ഓവർ എറിയിപ്പിക്കായിരുന്നു. പക്ഷേ നമ്മൾ മെയിൻലി നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ആ 19 ഓവർ നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് കഴിഞ്ഞാൽ എബോവ് 30 വേണം ലാസ്റ്റ് ഓവർ, പിന്നെ പ്രശ്നമില്ല. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ബെന്നി നമ്മുടെ ഒരുപാട് മാച്ചസ് ജയിപ്പിച്ചതാണ്. പക്ഷെ അവർ ആ പ്ലെയറും നല്ല ഉഗ്രം പ്ലെയർ ആയിരുന്നു രാഹുൽ. പിന്നെ ഔട്ടാക്കാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നല്ലേ? ഇല്ല, രാഹുൽ ഒരു ചാൻസ് തന്നില്ല. രാഹുൽ ലേറ്റ് ആയിട്ടാണ് വന്നത്. രാഹുൽ വന്നങ്ങോട്ട് രാഹുലിന്റെ ദിവസമായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, വേറൊരു പ്ലെയർ ബാറ്റ് ചെയ്യുന്നില്ലായിരുന്നു, അയാളുടെ വിക്കറ്റ് എടുക്കാതെ പിടിച്ചു നിർത്തിയിരുന്ന പക്ഷെ നമ്മളത് ആരും പ്രതീക്ഷിക്കില്ലല്ലോ, ഇങ്ങനെ വന്ന് ആരും അടിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. വന്നു കറക്കുന്നു കൊള്ളുന്നു എല്ലാം. കാരണം അതില് ബെന്നി ഒരു കവേഴ്സിന്റെ മുകളിലല്ല, മിഡ് ഓഫിന്റെ മുകളിൽ കൂടെ ഒരു അടി ഉണ്ടായിരുന്നു, ഉഗ്രാടി. ഇവിടെ ഒരു അടി ആ ഓവർ കഴിഞ്ഞപ്പോൾ എല്ലാവരും ബെന്നിക്ക് അടി കിട്ടിയപ്പോൾ ഓൾറെഡി ഒന്ന് താന്നു എല്ലാവരും. പിന്നെ നമുക്ക് ഓപ്ഷൻ ഐദർ ഉണ്ണിച്ചേട്ടൻ അല്ലെങ്കിൽ ബിനീഷേട്ടൻ, ഈ 2 പേർക്ക് മാത്രമേ ഫൈനൽ ഓവർ അറിയാൻ പറ്റൂ. പക്ഷെ അപ്പോഴത്തേക്ക് അവന്റെ ദിവസമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്ട്രെയിറ്റ് അവേ ആലാത്ത ബോൾ 6 അടിയോ സ്ട്രെയിറ്റ് അവേ ഉണ്ണിച്ചേട്ടൻ നേരെ അങ്ങ് പിന്നെ ഇവിടെ കയറായിരുന്നു. അത് നമ്മുടെ ഡഗ്ഔട്ടിൽ പോയി റൂമിനകത്ത് കതവടച്ച്. അത് കഴിഞ്ഞ് എല്ലാവരും തളർന്നു പോയി ആ മാച്ച്. പക്ഷേ നല്ല സൈൻസ് ഒരുപാടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത സീസണിലേക്ക് നമുക്കൊരു ഇപ്പോൾ ഒരു വിഷനുണ്ട്. അടുത്ത സീസൺ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മുടെ നെഗറ്റീവ്സ്, എന്തൊക്കെയാണ് നമ്മുടെ പോസിറ്റീവ്സ്. അതുകൊണ്ട് ഇപ്പം എനിക്കതൊരു ഒരുപാട് പോസിറ്റീവായിട്ടാണ് തോന്നിയത് ഈ വർഷം. അടുത്ത വർഷം കുറച്ചും കൂടെ നമ്മൾ നല്ല രീതിയിൽ വരും. കാരണം ഇത്തവണ പുതിയ റൂൾസ് വരുന്നുണ്ട്, ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇമ്പാക്ട് മാത്രമല്ലല്ലോ, പ്രേക്ഷകരിൽ ഒരാൾക്ക് ടീമിൽ വരാൻ. ഇപ്പം ഒരു വൈൽഡ് കാർഡ് എൻട്രി പോലെ, അതായത് ആക്ടർ ആവാൻ പാടില്ല, പിന്നെ അതേപടി തന്നെ പ്രൊഫഷണൽ പ്ലെയറും ആവാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് ഇത്തവണ CCL ടീമിൽ കളിക്കാം. അപ്പോൾ അത് ഒരുപാട് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അത് ഒരുപാട് പിന്നെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതിന്. അപ്പോൾ അത് നല്ലൊരു പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കേസിന്റെ ക്യാമ്പ്. അതുപോലെ തന്നെ ഇത്തവണ എനിക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തേട്ടോ നമ്മുടെ ക്യാപ്റ്റൻ. ഇത്രയും നമ്മുടെ ഉണ്ണിച്ചേട്ടൻ ഒരുപാട് ഫൈറ്റ് ചെയ്തു. പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഇത്തവണ ഞാൻ കളിക്കുന്ന കാര്യം പാടായിരുന്നു. കാരണം ഇത്രയും പവറോടെ അല്ലെങ്കിൽ വോയിസോടെ ഒരാൾക്ക് വേണ്ടി, ഒരു ടീമിന് വേണ്ടി നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. രാത്രി ലീഡർഷിപ്പ് ക്വാളിറ്റി ഭയങ്കരമായിട്ട് പുള്ളി ഒരു എല്ലാവർക്കും അവരെ സ്പേസും കൊടുത്തു. അതാണ് ബാക്കി പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നല്ല ഗുഡ് സൈൻസ് ഉണ്ടായിരുന്നു. മേ ബി നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കുന്നു. അല്ല, നമ്മൾ അടിക്കും. ഫൈനൽ വരെ എത്തിയിട്ട് പോയതാണ്. ഇനി ഇങ്ങനെയാണ് മുമ്പിലോട്ടുള്ള യാത്രയാണെങ്കിൽ നമ്മൾ ഒരു വർഷം എന്തായാലും, അടുത്ത വർഷം അല്ലെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ അടുത്ത വർഷം, 2 വർഷത്തിന് നമ്മൾ എന്തായാലും കപ്പടിച്ചിരിക്കും. ആ ഒരു സൈനിലാണ്. യെസ്. അപ്പോൾ കമ്മിങ് ബാക്ക് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴേക്കും, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വരുമ്പോഴേക്കും കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ടീം പ്രഖ്യാപിക്കുന്നത്. ആ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് 3 പ്രധാനപ്പെട്ട ചേഞ്ചസ്. 1, സൂര്യകുമാർ യാദവ് ടീമിലേ ഇല്ല, ക്യാപ്റ്റൻസി പോട്ട് ടീമിലേ ഇല്ല. 2, ശ്രേയസ് അയ്യർ 3 വർഷം കഴിഞ്ഞിട്ട് T20 കളിക്കാത്ത, നാഷണൽ ടീമിൽ T20 കളിക്കാത്ത പ്ലെയർ വരുന്നതേ ക്യാപ്റ്റൻസിയോടെ. 3, വൈഭവ് സൂര്യവംശിയുടെ ഇൻക്ലൂഷൻ. ഓരോ പോയിന്റായിട്ട് പറയാൻ തുടങ്ങിയാൽ എങ്ങനെയായിരിക്കും? ഓക്കെ, അതിൽ എന്ത് പറയാൻ, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണ് സെലക്ടേഴ്സ് ഒരു കൺഫ്യൂഷൻ ആണ് എന്നൊരു ഫീൽ തോന്നിയ വർഷമാണ് സെലക്ഷൻ ആയിരുന്നു. കാരണം സൂര്യകുമാർ യാദവ് അല്ലെങ്കിൽ ആര് എന്നൊരു ഡൗട്ടല്ല, അല്ലെങ്കിൽ ആര് എന്ന് ചിന്തിച്ച ഒരു സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഈ വർഷത്തെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ റീസെൻറ്റ് ഫോംസ് ഒരുപാട് നെഗറ്റീവ് ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തുടക്കം മുതൽ പറയണമെങ്കിൽ 3 ക്യാപ്റ്റൻസാണ് നമുക്ക് കൺസിഡറേഷനിലുള്ള ക്യാപ്റ്റൻസ്. 1 സൂര്യകുമാർ യാദവ്, 2ാമത് നമ്മുടെ ഹർദിക് പാണ്ഡ്യ, 3ാമത് അക്സർ പട്ടേൽ. ഈ 3 പേര് എടുക്കുന്നതിൽ സൂര്യകുമാർ യാദവിൻ്റെ റീസെൻറ്റ് ഫോംസ് വളരെ മോശമാണ്. വളരെ ഡിസാസ്റ്റർ IPL കഴിഞ്ഞേ ഉള്ളൂ.
അപ്പം ക്യാപ്റ്റൻസി IPL ടീമിൽ നിന്ന് വരെ വെളിയിലായി, ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ടു, അങ്ങനെ പല സിറ്റുവേഷൻസ് വന്നു. അപ്പോൾ സൂര്യകുമാർ യാദവിനെ വിട്ടു. ആ ഒരു ഇത് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ ഹർദിക് പാണ്ഡ്യ ഇഞ്ചുവേർഡ് കൺസേൺ ആണ്. ഹർദിക് പാണ്ഡ്യയും ഈ പറഞ്ഞ പോലെ റീസെൻറ്റ് ഫോംസ് വളരെ മോശമായിരുന്നു, IPL പ്രത്യേകിച്ച്. അതിൽ മൂന്നാമുള്ള അക്സർ പട്ടേലിൻ്റെയും റീസെൻറ്റ് ഫോംസ് കുറച്ച് മോശമായിരുന്നു. IPL എനിക്ക് തോന്നുന്നു ഏതോ മാച്ചസ് ഒന്നും എറിഞ്ഞിട്ടുമില്ല. ബാറ്റിങ്ങും ഒന്നും വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, IPL ആയാലും അതിനു മുമ്പായാലും. അപ്പോൾ ഈ മൂന്ന് പേരാണ്. ഈ മൂന്ന് പേർക്കും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം എല്ലാവരും നോർമലി എല്ലാവരും ചിന്തിച്ചു തുടങ്ങി അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത ഫ്യൂച്ചർ. 28 മാസമാണ് നമുക്ക് അടുത്തൊരു മെയിൻ ഈവൻ്റൊക്കെ ഉള്ളത്, ഒളിമ്പിക്സ് ആയാലും വേൾഡ് കപ്പ് ആയാലും. അപ്പം പ്രിപ്പറേഷന് സമയമുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഒരു സെലക്ടേഴ്സ് അങ്ങനെ ചിന്തിച്ച് കാണണം. നമുക്ക് ഒന്ന് ചിന്തിക്കാം, ഇവരെ മൂന്നുപേരല്ലെങ്കിൽ അടുത്ത ആര്, അങ്ങനെ ചിന്തിച്ചായിരിക്കും. പക്ഷേ എനിക്കൊരു സെലക്ടേഴ്സിനോട് എനിക്കൊരു അതൃപ്തി തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഞ്ജു ഫ്രണ്ട് റണ്ണറാണോ അടുത്ത, അല്ലെങ്കിൽ പിന്നെ സൂര്യകുമാർ യാദവ് ഫ്രണ്ട് റണ്ണർ അല്ല, സോറി തിലക് വർമ്മയാണോ, സഞ്ജു വരുമോ ക്യാപ്റ്റൻ, പിന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ വരുമോ. ആക്ച്വലി അവരൊരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി ഡയറക്റ്റ് പറയുമായിരുന്നു, ഹിയർ ഈസ് അവർ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. പക്ഷേ നമ്മൾ ഒരുപാട് ഒരു റൂമേഴ്സിൽ കൂടെ പോയി, സഞ്ജു ചിലപ്പം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ കുറച്ചും കൂടെ ഒരു ഇതാക്കായിരുന്നു, കറക്റ്റ് വിഷൻ ആക്കായിരുന്നു. പിന്നെ അതിൽ നോക്കുന്നത് നമ്മൾ ശ്രേയസ് അയ്യറിൻ്റെ കാര്യം. ശ്രേയസ് അയ്യർ ആക്ച്വലി 2018 ഈ കമ്പാരിസൺ നോക്കുന്നുണ്ടോ, നമ്മൾ കമ്പാരിസൺ നോക്കണമെങ്കിൽ 2018 ശ്രേയസ് ആദ്യമായിട്ട് ക്യാപ്റ്റൻ ചെയ്യണം. അതായത് ഗംഭീർ പടിയിറങ്ങുമ്പോഴാണ് ആ ക്യാപ്റ്റൻസി KKRന് ശ്രേയസ് അയ്യർ ഏറ്റെടുക്കുന്നത്. സക്സസ്ഫുൾ ക്യാപ്റ്റൻ ആയിരുന്നു ആക്ച്വലി. IPL നമ്മൾ കൺസിഡർ ഓഫ് IPL എടുക്കുകയാണെങ്കിൽ സക്സസ്ഫുൾ ക്യാപ്റ്റൻ ആണ് ശ്രേയസ് അയ്യർ, ഉറപ്പായിട്ട്. പിന്നെ റീസെൻ്റ്ലി രഞ്ജി ട്രോഫിയും കുറച്ചെല്ലാം ഡൊമസ്റ്റിക് മാച്ചസ് കളിച്ചിട്ടുണ്ട് ശ്രേയസ് അയ്യർ. നമ്മുടെ സഞ്ജു ആയാലും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എലിജിബിൾ ആണ് ആക്ച്വലി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മലയാളിയും കൂടെയാണ്, നമ്മുടെ അഭിമാനമാണ്. അപ്പം സഞ്ജു വന്നാൽ വളരെ സന്തോഷം. അപ്പം സെലക്ടേഴ്സ് കുറച്ചുകൂടെ ഇങ്ങനെ ചിന്തിച്ചാണ്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 2018 സഞ്ജുവിന് മുമ്പ് ക്യാപ്റ്റൻസി എടുത്ത ഒരാൾ. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിൻ്റെ കൺമുമ്പിൽ നിന്ന് ഔട്ടായിട്ടില്ല ആക്ച്വലി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇഞ്ചുറി വന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, ഔട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ ശ്രേയസ് അയ്യർ ഉണ്ട്. നമ്മൾ ഒന്നുമില്ലെങ്കിൽ IPL എങ്കിലും എല്ലാവരും ശ്രേയസ് അയ്യറിനെ കാണുന്നുണ്ട്. കുറച്ച് മോശമില്ല, തരക്കേടില്ലാത്ത പെർഫോമൻസ് അവിടെ ഇവിടെയൊക്കെ ശ്രേയസ് അയ്യർ ചെയ്യുന്നുമുണ്ട്. പക്ഷേ റീസെൻ്റ്ലി നല്ല ഉഗ്രായിട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മിക്കവാറും സെലക്ടേഴ്സ് ഇതായിരിക്കും നോക്കിയത്. ഗംഭീറിൻ്റെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. പിന്നെ ഇപ്പം നല്ല രീതിയിൽ പഞ്ചാബിനെ കൊണ്ടുപോവുകയും ചെയ്തു. മേ ബി അതുകൊണ്ടായിരിക്കും അവർ ശ്രേയസ് അയ്യറിനെ, അപ്പം ക്യാപ്റ്റനും കോച്ചുമായിട്ട് നല്ലൊരു ഇത് വരും, ലിങ്ക് വരും എന്നൊക്കെ വിചാരിച്ചിട്ടാവാം ശ്രേയസ് അയ്യറിന് കുറച്ചും കൂടെ ഒരു. പക്ഷേ 2 പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ. ഈ സീസണിൽ പഞ്ചാബിന് നേരെ വിപരീതമായിട്ടാണ് വന്നത്. അതായത് ആദ്യത്തെ 7 കളി പോലെ അല്ലായിരുന്നു പിന്നത്തെ 7 കളി. ആ കളി 6 എണ്ണവും തോറ്റു അവസാനത്തെ 7 കളിയിൽ. അതൊന്ന്. പിന്നെ ഇവിടെ അല്ലാണ്ട് കേട്ടുകൊണ്ടിരുന്ന റൂമേഴ്സ് പ്രകാരം ഗംഭീർ ബാക്കിംഗ് ഫോർ സഞ്ജു, അഗാർക്കർ ബാക്കിംഗ് ഫോർ ശ്രേയസ് അയ്യർ ഇതായിരുന്നു. അപ്പം ഗംഭീർ ശ്രേയസ് അയ്യർ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അതറിയില്ല, ഡൗട്ട്ഫുൾ ആണ്. ശ്രേയസ് അയ്യർ ഒരിക്കലും ഒരു 23 KKRന് കപ്പ് എടുക്കുന്നു, 24 പഞ്ചാബിനെ ഫൈനലിൽ കൊണ്ടെത്തിക്കുന്നു, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഈ IPL സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻസി പെർഫോമൻസ് ശ്രേയസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. വിത്ത് ദ ബാറ്റ് ഓക്കെ ഫൈൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടേൺ ഓഫ് ഇവന്റ്സ് ഉണ്ടായിരുന്നല്ലോ അവസാനത്തെ 7 കളിയിൽ 6 എണ്ണവും പരാജയപ്പെടുക എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു തിരിച്ചടിയല്ലേ? പിന്നെ അങ്ങനെ നോക്കണമെങ്കിൽ നമുക്ക് സഞ്ജുവിൻ്റെ കാര്യം എടുത്തുകൂടെ? നമ്മൾ ലാസ്റ്റ് ക്യാപ്റ്റൻസി ചെയ്തിട്ടില്ല IPL. അതിന് മുമ്പത്തെ വർഷം ഒരു 2-3 മാച്ചസ് അല്ല ഇഞ്ചുറി കാരണം കളിച്ചിട്ടില്ല. അപ്പം അതും സഞ്ജുവും ആക്ച്വലി 2 വർഷമായിട്ട് ക്യാപ്റ്റൻസി വളരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ റീസെൻ്റ്ലി ക്യാപ്റ്റൻസി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുള്ള വ്യക്തി ശ്രേയസ് ആണ്. പക്ഷെ ഇന്ത്യൻ ടീമിൽ വന്നിട്ടേ ഇല്ല. 3 വർഷമായി. പക്ഷെ അതാണ് എല്ലാവരുടെയും ഒരു ചോദ്യചിഹ്നം. അതാണ് ചോദ്യം. എന്തുകൊണ്ട് ശ്രേയസ് അയ്യർ ഓക്കെ, വേൾഡ് കപ്പ് സഞ്ജു പെർഫോം ചെയ്താൽ വേറെ ആരും പെർഫോം ചെയ്തിട്ടില്ല. സഞ്ജു എന്തുകൊണ്ട് എലിജിബിൾ ആണ്. പക്ഷെ അവിടെ എല്ലാവരുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ശ്രേയസ് അയ്യർ ഓക്കെ ഈസ് എലിജിബിൾ ഫോർ റിട്ടേൺ ടു ടീമിൽ വരാൻ എന്തുകൊണ്ട് എലിജിബിൾ ആണ്. പക്ഷെ വൈ ക്യാപ്റ്റൻസി അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ സെലക്ടേഴ്സ് ഇങ്ങനെ ചിന്തിച്ച് കാണും മേ ബി ഒരു. പക്ഷേ സഞ്ജുവിനൊരു തിലക് വർമ്മയാണ് വൈസ് ക്യാപ്റ്റൻ കൊടുത്തത്. തിലക് വർമ്മ ഓക്കെ, സഞ്ജു ആയാലും വൈസ് ക്യാപ്റ്റൻ ഓക്കെ. ഈ 3 അപ്പോൾ നമുക്കൊരു പിക്ചർ കിട്ടി. ഇവർ 3 പേരാണ് അവർ കുറച്ച് നാളത്തേക്ക് നോക്കുന്നത്. അതായത് അവിടെ വേറെ പ്രശ്നം ഞാൻ പറയട്ടാ. ഇപ്പോൾ വൈഭവ് വരുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഓപ്പണർ മാറണം. ഒന്നുകിൽ നിങ്ങൾ കൈവയ്ക്കേണ്ടത് ലോക T20 1ാം നമ്പർ റാങ്കറായ അഭിഷേക് ശർമ്മയെ കൈവയ്ക്കണം.
അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജുവിൽ കൈവയ്ക്കണം. കാരണം വൈഭവിന് ഓപ്പണിംഗ് പൊസിഷൻ തന്നെ കൊടുക്കണം. വൈഭവ് കളിച്ചിരിക്കും, ഓക്കെ, തർക്കമില്ല. അപ്പൊ അവിടെ കൊണ്ട് പ്രശ്നം. അപ്പൊ സഞ്ജുവിനെ ഒന്നെങ്കിലും പൊസിഷൻ മാറ്റാനാണെങ്കിൽ അതും വരും. കാരണം സഞ്ജു വേറെ പൊസിഷനിൽ കളിച്ചിട്ടുണ്ട്, അഭിഷേക് കളിച്ചിട്ടില്ല. ഓക്കെ. അപ്പം അത് ഞാനിത് ആക്ച്വലി വർണ്ണ വഴിക്ക് ഞാൻ ഇപ്പോൾ ഇത് ഇന്റർവ്യൂവിന് വർണ്ണ വഴിക്ക് ആലോചിച്ചൊരു കാര്യമാണ്. ഈ ടീം കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും. അതെ, ആക്ച്വലി ഓവറോൾ T20 ടീം എടുക്കണേ എനിക്കൊരു കുറച്ചൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടും താനും ഇല്ലേയും അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നമ്മളിപ്പം. കാരണം ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ 4 ഓപ്പണിംഗ് ബാറ്റ്സ്മാന്മാരുണ്ട് ടീമിൽ. സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, വൈഭവ് സൂര്യവംശി. 4 ഇതിനിടെ ഇഷാൻ കിഷന്റെ പേര് വിട്ടുപോയി. അപ്പം 4 പേരുണ്ട്, 4 ഓപ്പണേഴ്സാണ്. ഈശൻ ചിലപ്പോൾ കളിക്കത്തില്ലാന്ന് തോന്നുന്നു. സഞ്ജു കീപ്പർ ആണെങ്കിൽ ഇഷാൻ ചിലപ്പോൾ കളിക്കില്ല. ചിലപ്പോൾ വൈഭവിന് ആദ്യം തന്നെ ചാൻസ് എടുക്കണമെന്നില്ല, പറയാൻ പറ്റത്തില്ല. മേ ബി അവർ കുറച്ചും കൂടെ ആവുന്ന കണ്ടീഷൻ ഒന്ന് പരിചയപ്പെട്ട്. കാരണം ഇംഗ്ലണ്ടിലാണ് കുറച്ചുകൂടെ സീമിങ് കണ്ടീഷൻസ് ആണ്, അത്ര ഈസി അല്ല ഒരു നമുക്ക്. ഓക്കെ, വൈഭവിനെ ഭയങ്കര ഹൈപ്പിൽ വെച്ചൊക്കെയാണ്. കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് വൈഫിനെ വിട്ടാൽ കൊള്ളാം. നമുക്ക് ലീവ് ഹിം അലോൺ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബെഞ്ചിലെടുത്ത് ഇതിൽ ആരെ വേണമെങ്കിലും നമുക്ക് കളിപ്പിക്കുക, ആരെ വേണമെങ്കിലും മാറ്റിയെടുത്താൽ. ഇതിൽ ആരെ നമ്മൾ മോശം എന്ന് പറയും. ഞാൻ പറയട്ടെ, വൈഭവിന് സത്യം പറഞ്ഞ ഇടിച്ചു പൊളിച്ചല്ലേ കയറി വന്നത്. അതായത് ടീമിൽ സ്ഥാനമൊന്നുമില്ല, പ്ലെയറെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. പക്ഷെ എന്നെ ടീമിൽ എടുക്കുക എന്ന് പറഞ്ഞ അയാളുടെ പെർഫോമൻസ് കൊണ്ട് അയാൾ കൊണ്ടുവരുമ്പോ 100% അയാളെ പ്ലേയിങ് ലെവലിൽ എടുത്താലേ പറ്റുള്ളൂ. 100%. പക്ഷെ ഇതില് പ്ലേയിങ് ലെവൽ അർഹത അല്ലാത്ത ഈ 4 പേരിൽ ഒരാൾ പറയും. അല്ല, അങ്ങനെയല്ല, ഞാൻ കോമ്പിനേഷൻ ആയിട്ട് പറയുന്നത്. കോമ്പിനേഷൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നു? കോമ്പിനേഷൻ ഞാൻ ആലോചിച്ചു. അപ്പോൾ എൻ്റെ കോമ്പിനേഷൻ ഞാൻ പറയാം. ഓക്കെ, എൻ്റെ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഓക്കെ, വൈഭവ് ഇപ്പോഴത്തെ കറണ്ട് ഫോം വെച്ച് വൈഭവ്, അഭിഷേക് ശർമ്മ ഓപ്പൺ. ഓക്കെ, സഞ്ജു 1 ബാറ്റ് ചെയ്തിട്ടുണ്ട്, 2 ബാറ്റ് ചെയ്തിട്ടുണ്ട്, 3 ബാറ്റ് ചെയ്തിട്ടുണ്ട്, 4 ബാറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സഞ്ജുവിന് അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നില്ല. ഈ 1 എന്ന് പറയുന്ന സിറ്റുവേഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ടു ഓപ്പണിംഗ് ആണ് T20 ഫോർമാറ്റിൽ. സോ സഞ്ജു വിൽ ബി 1. സഞ്ജു 1 ആവും. 2 ശ്രേയസ് അയ്യർ. ഇതിൽ ചോദ്യം ചോദിക്കാൻ പോണ തിലക് വർമ്മ എപ്പോഴും ഇറങ്ങുന്നതായിരിക്കും. അപ്പം തിലക് വർമ്മ നോർമലി എൻ്റെ ഒരു 5 ആണ്. തിലക് വർമ്മയുടെ 5. അതായത് മീൻസ് ശ്രേയസ് അയ്യർ കഴിഞ്ഞ് അടുത്ത ആൾ തിലക് വർമ്മ. കറക്റ്റാണ്. തിലക് വർമ്മ എന്തായാലും അവിടെ ഇനി യൂസ്ഡ് ആയേ പറ്റൂ. ഇതിൽ വേറെ ആരെ നമ്മൾ മാറ്റും? 1 എന്നുള്ള പൊസിഷൻ ഒരു ഓപ്പണറിന് നമുക്ക് വേണേൽ മാറ്റി വയ്ക്കാം ഇനി അങ്ങോട്ട്. കാരണം 4 ഓപ്പണേഴ്സ് ഉള്ളതുകൊണ്ട്. അതായത് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് ഓപ്പണറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സഞ്ജുവിനെ അയാളുടെ അത്രയും കോൺഫിഡൻസ് പറഞ്ഞ പൊസിഷൻ മാറ്റി 1 ഡൗൺ ഇറക്കും. 1 ഡൗൺ. കാരണം നമ്മളിപ്പോൾ നോക്കുന്നത് ഒരു 28 മാസത്തിന് ശേഷമുള്ളതാണ്. നമുക്ക് ഈ ഒരു ചേഞ്ച് നോക്കിയേ പറ്റൂ. കാരണം ഈ IPL തന്നെ എടുത്താൽ മതി. ഈ IPL ഏറ്റവും കൂടുതൽ ആൾക്കാർ പെർഫോം ആയിട്ടുള്ള സ്ലോട്ട് ഏതാണ്? ഇനി എത്രയോ ഓപ്പണിംഗ് ആണ്. എല്ലാവരും ഓപ്പണേഴ്സ്. വൈഭവ്, ശുഭ്മന്, സായി സുദർശൻ എല്ലാവരും ഓപ്പണേഴ്സ്. പ്രിയാൻ ഷാരി അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓപ്പണിംഗ് ഒരുപാട് ഓപ്ഷൻസ് ആയി നമുക്ക് ഓപ്പണിങ്ങിൽ. അപ്പം നമ്മൾ ഇതിൽ ആരെങ്കിലും ഒരാൾ ഒരു പൊസിഷനിലോട്ട് ചേഞ്ച് ചെയ്ത് നോക്കിയാലേ പറ്റൂ നമുക്ക് മുമ്പോട്ട്. കാരണം എടുക്കാന്നേ ഉള്ളൂ നമുക്ക് ഓപ്ഷൻ. ഇപ്പം കറക്റ്റാണ്. എൻ്റെ ഇത് അപ്പം അഭിഷേകിനെ താഴെ ഇറക്കാൻ പറ്റില്ല, വൈഫിനെ താഴെ ഇറക്കാൻ പറ്റില്ല. സഞ്ജുവിനെ മിക്കവാറും നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. മിക്കവാറും അവർ ഓൾമോസ്റ്റ് സഞ്ജുവിനെ ആയിരിക്കും 1 നോക്കുന്നത്. കുറച്ചും കൂടെ കളി കൊണ്ടുപോകാൻ ക്യാപ്പബിൾ സഞ്ജുവാണ്. നമുക്ക് 6 ഓവേഴ്സ് ഇവർ രണ്ടുപേരും അടിച്ചാൽ ഭയങ്കര പോസിറ്റീവ്. അഭിഷേക് അടിച്ചാലും വൈഫ് അടിച്ചാലും. അത് കഴിഞ്ഞ് സഞ്ജുവിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സഞ്ജു കുറച്ചുകൂടെ കളിയും കൂടെ കൊണ്ടുപോകും. സഞ്ജു ഇവരെ പോലെ വന്ന് അങ്ങനെ കളി കൊണ്ടുപോകാനും കുറച്ച് നല്ല രീതിയിൽ അറിയാവുന്ന ബെസ്റ്റ് പ്ലെയർ ആണ് സഞ്ജു. സഞ്ജു അടിക്കാൻ്റെ ബോൾ അടിക്കുക, കളി കൊണ്ടുപോകാനും സഞ്ജുവിന് അറിയാം. എന്നാൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കൂടുതൽ ലാക്കിംഗ് ഉള്ള പൊസിഷൻ ഏതായിരുന്നു നമ്മൾ കുറച്ച് ആളായിട്ട്? ഫോർത്താണ്. അതായത് 2 ഡൗൺ ആയിരുന്നു നമ്മൾ ഇത്രയും കാലം. നമ്മൾ സൂര്യകുമാർ യാദവ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പൊസിഷനാണ്. നമ്മളെല്ലാവരും എപ്പോഴും ഡൗട്ട് അടിച്ചുകൊണ്ടിരുന്ന പൊസിഷനാണിത്. ആര് ബാറ്റ് ചെയ്യും. അപ്പം സഞ്ജു 1 വന്നു കഴിഞ്ഞാൽ അടുത്ത ശ്രേയസ് 2. അപ്പം 2 നല്ല പ്ലേയേഴ്സായി കളി കൊണ്ടുപോകാൻ പറ്റിയ നല്ല 2 പ്ലേയേഴ്സായി. 3ാമതാണ് തിലക് വർമ്മ. തിലക് വർമ്മയ്ക്ക് കളി കൊണ്ടുപോകാനും അറിയാം, അടിക്കാനും അറിയാം, ഫിനിഷ് ചെയ്യാനും അറിയാം. അപ്പോൾ 5 ഡൗൺ വരെ ഓക്കെയാണ്. അടുത്ത് വരുന്നത് എനിക്ക് തോന്നിയത് ഒരു മീഡിയം പേസ് ഓൾറൗണ്ടർ, അല്ലെങ്കിൽ ഹൂ ക്യാൻ ബാറ്റ്, അല്ലെങ്കിൽ ഒരു സ്പിന്നർ ഹൂ ക്യാൻ ബാറ്റ്. അപ്പോൾ സ്പിന്നേഴ്സ് ഉള്ളത് വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ അക്ഷർ പട്ടേൽ. നമ്മുടെ ഇംഗ്ലണ്ടിലെ സീമിംഗ് കണ്ടീഷനിൽ ഒരു സ്പിന്നറെ കളിപ്പിക്കും ഇന്ത്യ. അത് മിക്കവാറും വരുൺ ചക്രവർത്തി ആയിരിക്കും. ഇതൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ ഇന്ത്യക്ക് വേണ്ടി വരുൺ റീസെൻ്റായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്.
IPL ഓക്കെ മോശമായിരുന്നു, പക്ഷേ ഇന്ത്യയിൽ നോക്കുമ്പോൾ ജേഴ്സി മാറുമ്പോൾ ഫോം മാറുന്നതാണോ? പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. അപ്പം വരുൺ അല്ലെങ്കിൽ പിന്നെ രവി വിഷ്ണു അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുൻ വൈസ് ക്യാപ്റ്റനെ പിടിച്ച് ബെഞ്ചിലെടുത്തു. വൈസ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോഴും ബെഞ്ച് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. അക്സറിന് അപ്പം എന്തായാലും കളിക്കാൻ പോണ സ്പിന്നർ വരുൺ ചക്രവർത്തി, അല്ലെങ്കിൽ ഒരു മെയിൻ സ്പിന്നർ കളിക്കണമല്ലോ. വരുൺ ചക്രവർത്തി കളിച്ചില്ല, അടുത്തുള്ള സ്പിന്നേഴ്സ് രവി വിഷ്ണുവും നമ്മുടെ കുൽദീപ് യാദവ്. കുൽദീപ് യാദവ് എന്തായാലും കളിക്കാൻ പോകില്ല ആദ്യമേ. രവി വിഷ്ണു ആയാലും ബെഞ്ചിലായിരിക്കും. അപ്പം വരുൺ ചക്രവർത്തി കളിച്ചാൽ ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഒരു സ്പിന്നർ ഹു ക്യാൻ ബാറ്റ് എന്നുള്ള രീതിയിലേ പോകും. അങ്ങനെ പോകണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ അല്ലെങ്കിൽ അക്സർ പട്ടേൽ. അപ്പം ഈ രണ്ടൊരു വാഷിംഗ്ടൺ സുന്ദറിന്റെ റീസെന്റ് ബാറ്റിംഗ് ഫോമും കൂടെ നോക്കുകയാണെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ നല്ലോണം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് കളി 50 അടിച്ച് നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അക്സർ പട്ടേലാണ് ലാസ്റ്റ് കുറച്ച് കളിയായിട്ട് അടിച്ചിട്ടുമില്ല. അപ്പം ഇത് ടീം ഇടാൻ വേണ്ടി ക്യാപ്റ്റൻ ഒരു തലവേദന ഇതായിരിക്കും മെയിൻ. ഒരു സ്പിന്നർ ഹൂ ക്യാൻ ബാറ്റ് ആരെ, ഇതിൽ വാഷിംഗ്ടൺ സുന്ദർ ആണോ അക്സർ പട്ടേലാണോ, അതിൽ ആരെ കളിപ്പിക്കും എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെ ആയിരിക്കും. പക്ഷേ ടോപ്പ് ഓർഡർ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം സഞ്ജുവിന് ഇപ്പം ഞാൻ ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഭാഗ്യം ഒരു പൊസിഷൻ കിട്ടി, ഇനി അനക്കൂല എന്നായിരുന്നു. പക്ഷെ അനങ്ങേണ്ടി വരും, വേറെ വഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ വേറെ ആരെ വെച്ച് കളിച്ചാലും പണിയാണ്. സഞ്ജു ആകുമ്പോൾ അങ്ങോട്ട് തട്ടാം ഇങ്ങോട്ട് തട്ടാം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് വേൾഡ് കപ്പ് പക്ഷെ അത് കൊള്ളാം കേട്ടോ, നല്ല വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ല. ഈ പറയുന്ന ഈ 4 പേരും ഇത് ഈ പറയുന്ന 4 ഓപ്പണേഴ്സ്, അതിൽ ബാക്കി 3 പേരും ആലോചിക്കണം. ഒരാള് 750 റൺ അടിച്ചാണ് IPL 776. അത് ഇഷാൻ കിഷൻ 600 റൺ അടിച്ചിട്ടുണ്ട്. പിന്നെ അഭിഷേക് ശർമ്മ ഇതേപടി അടിച്ചിട്ടുണ്ട്, സഞ്ജു അടിച്ചിട്ടുണ്ട്. അപ്പം 4 പേരും ഈക്വൽ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷെ സഞ്ജു എപ്പോഴും ഇതിന് മുകളിലാണ്. അപ്പൊ എന്തായാലും ഇഷാൻ കളിക്കില്ല. ഇഷാനും പറയാൻ പറ്റില്ല, ഇഷാനും ചാൻസ് ഉണ്ട്. ഇഷാൻ കളിക്കുമെങ്കിൽ വൈഭവ് ആയിരിക്കും വെളിയിൽ. വൈഭവ് മേ ബി അന്ന് ഇഷാനെ 3 ഇറക്കിയിട്ട് സഞ്ജു ഓപ്പണറാവും. അങ്ങനെയെങ്കിൽ സഞ്ജുവിന് സെയിം പൊസിഷൻ തന്നെ കിട്ടും. കാരണം ഇഷാൻ യൂസ്ഡ് ആണ്. IPL വരെ 1 കളിച്ച പ്ലെയർ ആണ്. ലാസ്റ്റ് ഇപ്പൊ ഇന്ത്യ ന്യൂസിലൻഡ് സീരീസിലും അങ്ങനെയായിരുന്നു. വൈഭവ് കളിക്കണമെങ്കിൽ മാത്രമേ സഞ്ജുവിന്റെ പൊസിഷനിൽ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അഭിഷേക് ശർമ്മ നമ്പർ 1 ബാറ്റർ ഇൻ T20 എന്തായാലും മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മാറ്റുമെന്ന് വെച്ചാൽ മീൻസ് 11 നിന്ന് മാറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കളിച്ചാൽ എന്തായാലും ഓപ്പണർ മാറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം എന്തായാലും ഇതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇഷാൻ കിഷൻ വെളിയിലാണെങ്കിൽ സഞ്ജുവിന് 1 ഡൗൺ ബാറ്റ് ചെയ്യാൻ വരും. ഞാൻ ഇത്രയും നാളായിട്ട് ഈ ടീം ഫോർമേഷൻ ആലോചിക്കുന്നു. പക്ഷേ ഈ ഇഷാൻ കിഷൻ കളിക്കുകയാണെങ്കിൽ സഞ്ജു ആൻഡ് അഭിഷേക് ആയിരിക്കും ഓപ്പണിംഗ്. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം വൈഭവിന്റെ പ്ലേയിങ് സ്ട്രാറ്റജി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ 15-year-old ഗൈ പ്രൈം കൂടെ വെച്ചിട്ട് തന്നെ കാണാം. പാറ്റ് കമ്മിൻസിന് ഹാട്രിക് 6 അടിക്കുക, ബുംറയുടെ ഫസ്റ്റ് ബോൾ 6 അടിക്കുക. സത്യം പറഞ്ഞാൽ ലൈക്ക് അൺബിലീവബിൾ സ്റ്റഫ് അല്ലേ? സത്യം. നമ്മൾ ക്രിക്കറ്റ് കണ്ടു തുടങ്ങിയ സമയത്തല്ലേ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ സ്ട്രേറ്റ് ഡ്രൈവ്, അത് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പം പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു 15 വയസ്സുകാരൻ ഇങ്ങനെ വന്ന് ആരെന്നുള്ള വ്യത്യാസമില്ല, എവിടെ ബോൾ വരുന്നു അവിടെ അടിക്കുന്നു. മെയിനായിട്ട് നമ്മുടെ മിഡ് ഓഫിൽ കൂടെ ഉള്ള ലോഫ്റ്റ് അല്ലെങ്കിൽ കവേഴ്സിൻ്റെ മുകളിൽ കൂടെ ലോഫ്റ്റ് എല്ലാം കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. അതേപടി തന്നെ ഈ ആർക്കും അങ്ങനെ വളരെ കുറച്ച് പ്ലേയേഴ്സേ ഉള്ളൂ. അഭിഷേക് ശർമ്മയ്ക്കും ഉണ്ട് കേട്ടോ. അത് ഈ അടിയും നല്ല സ്ട്രോങ് ആണ്. ഇവിടെ എല്ലാം സ്ട്രോങ് അല്ലാത്ത ഏരിയയില്ല പുള്ളിക്ക്. പക്ഷേ എങ്ങനെ ഈ വയസ്സിൽ അല്ലെങ്കിൽ എന്ത് ചിന്താഗതി ആയിരിക്കും? എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്ന പുള്ളിക്കാരൻ്റെ എന്ത് മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം ഈ ഒരു പ്രായക്കാരൻ നമ്മൾ 15 വയസ്സ് കഴിഞ്ഞ് വന്ന ആൾക്കാരാണ് നമ്മൾ. അയ്യോ, ആ സമയത്ത് ഞാനൊന്ന് ക്രിക്കറ്റിനെ കുറിച്ച് ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ക്രിക്കറ്റ് ബോൾ കാണുന്നത് തന്നെ 17ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഈ 15ാമത്തെ വയസ്സിൽ നമ്മൾ SLC ബുക്കെല്ലാം SLC എല്ലാം പഠിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തായിരിക്കും ഇപ്പോൾ ആലോചിക്കുന്ന ബാറ്റ്? അയ്യോ, ഇത് കൂട്ടിക്കൊണ്ടിരിക്കുക പുള്ളിയുടെ പ്രതിഫലം. വേറൊരു ലോകത്താണ് കേട്ടോ, വേറെ ലോകത്തിൽ നിന്ന് വന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷെ അത് നമ്മൾ കുറച്ചും കൂടെ ഒരു സ്പേസ് പുള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഓവറായിട്ട് നമ്മൾ കുറച്ചുകൂടെ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് T20 പ്ലെയർ ആയിരിക്കും വരാൻ പോകുന്നത്. ഓൾറെഡി ഈ പ്രൂവ്ഡ്. അപ്പോൾ അത് വലിയൊരു ടാസ്ക് ആയിരിക്കില്ല പുള്ളി. ഇങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട് കണ്ടീഷനും ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഇംഗ്ലണ്ട് കണ്ടീഷനിൽ. ഇംഗ്ലണ്ട് ബോളേഴ്സിനെ കുറച്ചും കൂടെ പാടായിരിക്കും ഈ പറഞ്ഞ 4 ഓപ്പണേഴ്സിനും ബാറ്റ് ചെയ്യാൻ എന്നാണ് എൻ്റെ വിശ്വാസം. അത് അഡാപ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഈ ഇംഗ്ലണ്ട് കണ്ടീഷൻസിൽ വൈഭവ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി നോ ഡൗട്ട് ഈസ് എ അപ്കമിങ് ടെറർ. പുള്ളി ഇപ്പോഴും മറ്റേ സബ് കോണ്ടിനെന്റൽ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ പുള്ളി വിമർശിക്കാനുള്ള കാര്യം. അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ലല്ലോ. പക്ഷേ അതിലും പലയിടത്തും ഈ ഇന്ത്യൻ അണ്ടർ 19 എല്ലാം പോയി പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. അതെ, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹൈ ലെവലിക്കുന്ന പ്ലേയേഴ്സിനെതിരെ ഇങ്ങനെ ഒരു കണ്ടീഷൻസിൽ കളിക്കുന്ന ആദ്യമായിട്ടായിരിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ
മൈക്കൽ വോൺ ആയാലും അലസ്റ്റർ കുക്ക് ആയാലും അവർ ഒരുമിച്ച് നടത്തിയൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് പറയുന്നത്, അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് കണ്ടീഷൻസ് പോലും വൈഭവിന് സ്യൂട്ട് ആവുന്നുള്ളതാണ്. ലൈക്ക് കാരണം അവർ അടുത്ത് നിന്ന് പുള്ളിയുടെ കളി കാണുന്നതല്ലേ, ലൈക്ക് പുള്ളിയുടെ പ്ലേയിങ് സ്ട്രാറ്റജീസ് വെച്ചിട്ട് പോലും ഇംഗ്ലണ്ട് കണ്ടീഷൻസ് അങ്ങനെ ടഫ് ആകുമെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല പറയുന്നത്. ബട്ട് ഓക്കെ ഫൈൻ, കണ്ടീഷൻസ് വ്യത്യസ്തമാണ് എന്നുള്ളത് പറഞ്ഞാൽ പോലും കണ്ടീഷൻസ് അയാളുടെ ടാലന്റിനെ മൈൻഡ് സെറ്റ് മാറാൻ പോകുന്നില്ലല്ലോ. മൈൻഡ് സെറ്റ് മാറാൻ പോകുന്നില്ല, മോസ്റ്റ്ലി വിജയിക്കായിരിക്കും. പക്ഷെ നമ്മൾ എന്നറിയാം, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു എല്ലാം ഒരുപാട് ബാക്ക് സ്റ്റെപ്സിൽ നിന്ന്, അതായത് ഒരുപാട് ബാക്കിലോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഫോൾസിൽ നിന്ന് തിരിച്ചു വന്ന പ്ലെയറാണ്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇന്നിങ്സ് അടിക്കാതിരുന്നു, പിന്നെ തിരിച്ചു വന്ന് വേൾഡ് കപ്പിൽ പെർഫോം ചെയ്തു. അല്ല നേരത്തെ എടുത്താലും മതി, പല കളികളും സഞ്ജു അടിക്കാതെ പെർഫോം ചെയ്യാതെ ഇരുന്നിട്ട് സഞ്ജുവിൻ്റെ കംബാക്ക് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. സഞ്ജുവിനെ മാറ്റാൻ നിങ്ങൾക്ക് ഇനി പറ്റൂലടാ എന്ന് കാണിക്കുന്ന ഒരു കംബാക്ക് ആയിരുന്നു പല കംബാക്കും സഞ്ജുവിൻ്റെ. അപ്പോൾ സഞ്ജുവിന് അറിയാം എനിക്ക് താഴെ പോയാൽ തിരിച്ച് എങ്ങനെ വരണമെന്ന്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞ പ്ലെയറിൻ്റെ അതാണ്. നമ്മളൊരു സ്റ്റെപ്പ് ബാക്ക് എങ്ങനെ കവർ ചെയ്ത് തിരിച്ച് എനിക്ക് എങ്ങനെ വരാം എന്നുള്ളതാണ്. വൈഭവ് അതിവിടെ ഞാൻ പറയാൻ കാര്യം വെച്ചാൽ വൈഭവിൻ്റെ കാര്യത്തിൽ വൈഭവ് ഇതുവരെ അത് അറിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ പ്രായമായിട്ടില്ല ആക്ച്വലി, ഒരുപാട് സമയമുണ്ട് അങ്ങനെയുള്ള. വൈഭവിനൊരു സ്റ്റെപ്പ് ബാക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോള് വരുമ്പോൾ എങ്ങനെ തിരിച്ചു വരുന്നു ഒരു വലിയ ഫാക്ടറാണ്. ഇപ്പം ഫസ്റ്റ് കളി ഇംഗ്ലണ്ടിൽ അടിച്ചില്ലെന്ന് വെച്ചു, പക്ഷേ ഈ പറഞ്ഞ പോലെ വൈഫിൻ്റെ കളി മാറാൻ പോകുന്ന ഫസ്റ്റ് ബോളെ അടിയായിരിക്കും. പക്ഷേ മനുഷ്യനാണ്, നമുക്കൊരു 3-4 മാച്ചസ് റണ്ണടിച്ചില്ലെങ്കിൽ എന്തെങ്കിലും മൈൻഡിൽ തിരിച്ചു കയറി വരും. ആലോചിക്കും ബാഡ് ഫോം തുടങ്ങിയോ, ഒരു ഡൗട്ട് വന്ന് തുടങ്ങും. മനുഷ്യനാണ് എന്തായാലും. എനിക്കൊന്ന് അടുത്ത കളി ഞാൻ അടിക്കുമെന്നെല്ലാം പറഞ്ഞ് പോയാലും നമുക്ക് ആ ഒരു ഇപ്പം പോണ കോൺഫിഡൻസ് ചിലപ്പോൾ 4 കളി അടിച്ചില്ലെങ്കിൽ കാണില്ല, അത് 100% കാണില്ല. പക്ഷേ ബാക്കി ഈ പറഞ്ഞ സഞ്ജു എല്ലാം അത് തരണം ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ വൈഭവ് ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന് പോലെയും വൈഭവ് ചിലപ്പോൾ ഫസ്റ്റ് 2 മാച്ച് ഇംഗ്ലണ്ടിൽ അടിച്ചില്ല, 3ാമത്തെ മാച്ച് എങ്ങനെ കംബാക്ക് ചെയ്ത് വരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈഭവ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇതുവരെ പോയിട്ടില്ല. അല്ല, അതൊരു ചോദ്യം, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഞാൻ ആലോചിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞപ്പോൾ ആലോചിക്കുന്നത്, ഇത് RRൽ സഞ്ജുവും വൈഭവും ഒരുമിച്ച് കളിച്ചതാണ്. അവിടെ വൈഭവിൻ്റെ പെർഫോമൻസ് സഞ്ജു അടുത്ത് നിന്ന് കണ്ടാണ്. പക്ഷേ ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത്രയും ഘട്ടം കഴിഞ്ഞിട്ടാണ് സഞ്ജുവിന് ഒരു ഓപ്പണിംഗ് പൊസിഷൻ, പുള്ളിയുടെ ഒരു ഫിക്സഡ് പൊസിഷൻ കിട്ടുന്നത്. വൈഭവ് വരികയാണെങ്കിൽ സഞ്ജു സ്വാഭാവികമായിട്ടും താഴെ പോകും. സഞ്ജു തന്നെ ചിന്തിക്കില്ല ലൈക്ക് ഞാൻ ഇതിൽ കൂടുതൽ ഇനി എന്താണ് ചെയ്യേണ്ടത്. ശരി, വൈഭവ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്, നോ ഡൗട്ട്. പക്ഷേ സഞ്ജു ആസ് എ പ്ലെയർ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിന്ന് പുള്ളിയുടെ കൃത്യമായ പൊസിഷൻ പുള്ളിക്ക് കിട്ടി, അത് പുള്ളി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് മാറ്റുമ്പോഴേക്കും സഞ്ജുവിൻ്റെ ഒരു ഫോം പ്രശ്നം ഉണ്ടാവില്ലേ. ഇന്ന 3 ആവുന്നത് ഓപ്പണിങ്ങിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഷൈനിങ് ന്യൂ ബോൾ ഫേസ് ചെയ്യുന്ന ഉണ്ടല്ലോ. ഷൈനിങ് ന്യൂ ബോൾ പക്ഷേ ശരിയാണ്, അതൊരു നമ്മളെ സഞ്ജുവിനോട് കാണിക്കുന്ന നീതികേടും ആവാം അത്. പക്ഷേ ഗ്രേറ്റ് പ്ലേയേഴ്സ് വിൽ അഡ്ജസ്റ്റ് എന്നുള്ള വിശ്വാസമുള്ള ആളാണ് എനിക്ക്. അതായത് സഞ്ജു അതിനായിട്ട് ക്യാപ്പബിളാണ്. എന്തുകൊണ്ട് സഞ്ജുവിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തത്? സഞ്ജു ആ ടാലൻ്റ് ഉണ്ട് സഞ്ജുവിന്. സഞ്ജു അതിനെ നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നെഗറ്റീവായിട്ട് എടുക്കൂല സഞ്ജു, എനിക്കറിയാം. സഞ്ജു എത്ര 4-ാം ബെസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് 5 ബെസ്റ്റ് 6, 7 എല്ലാം ബാറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അപ്പം അപ്പോഴും നെഗറ്റീവായിട്ട് എടുത്തില്ല, പിന്നെയാണ് ഇനി ഓപ്പണിംഗ് എന്നുള്ള 1 വരെ എത്തണുള്ളൂ. അപ്പം എന്തായാലും എനിക്ക് തോന്നില്ല സഞ്ജു നെഗറ്റീവായിട്ട് എടുക്കുന്നത്. കാരണം സഞ്ജുവിനും അറിയാം ഈ സിറ്റുവേഷൻ 4 നല്ല ഉഗ്ര ഓപ്പണേഴ്സാണ്, ഇപ്പോൾ ടീമിൻ്റെ ഏറ്റവും വലിയ ഘടകമാണ് സഞ്ജു എന്ന് സഞ്ജുവിന് അറിയാം. അപ്പം 1 ഓക്കെ, ചിലപ്പം ന്യൂ ബോൾ ഷൈനിങ് എന്ന് പറഞ്ഞ സാധനം ഫസ്റ്റ് ഓവറിൽ ഔട്ടായാൽ അടുത്ത് സഞ്ജുവിന് കിട്ടും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു, വൈഭവ് ഇൻ കേസ് കളിക്കാതിരുന്നാൽ അല്ലെങ്കിൽ വൈഭവ് ഫസ്റ്റോ 2 കളി ഫെയിലായാൽ തിരിച്ച് സഞ്ജു തന്നെ ഓപ്പണിംഗ് വരും. അല്ല, വൈഫിനെ ടീമിൽ നിന്ന് മാറ്റും. ഈശാൻ വരും 1-ൽ. വൈഭവിനെ എന്തായാലും അഭിഷേക് ശർമ്മ എന്തായാലും 1 താഴോട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതേ ഉള്ളൂ ഓപ്ഷൻ, വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് തോന്നുന്നു വേറെ ഏതോ ഇൻ്റർവ്യൂവിൽ, എനിക്ക് ഹർഷ ബോഗ്ലയുടെ ഇൻ്റർവ്യൂ ആണെന്ന്, ഹർഷ ബോഗ്ലെ ഇതന്നെ പറഞ്ഞത്, സഞ്ജുവിനെ 1 ആയിരിക്കും സഞ്ജു മിക്കവാറും വരാൻ പോകുന്നത്. അപ്പോൾ സഞ്ജു എല്ലാം നമ്മൾ ചിന്തിക്കുന്നതിന് ഒരുപാട് മുമ്പ് ചിന്തിക്കുന്നുണ്ടായിരിക്കും എൻ്റെ പൊസിഷൻ എനിക്ക് എന്താവും അടുത്ത ആ മാച്ചിൽ എന്താ പൊസിഷൻ എന്തായിരിക്കും. സഞ്ജു ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും, ഈ പറഞ്ഞ കാര്യം ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. ഞാൻ 1 പോവാം, മിക്കവാറും പോവും. ആ പ്ലാൻ ഓൾറെഡി സഞ്ജു ഇട്ടുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ടീമിലേക്ക് വരുന്നതിന് മുമ്പ് ഈ CSK ട്രേഡിനെ പറ്റി ഒന്ന് സംസാരിക്കും. ഇപ്പം സഞ്ജു CSKയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സാം കറിനും ജഡേജയാണ് രാജസ്ഥാനിൽ പോയത്. സാം കറിൻ റൂൾഡ് ഔട്ടായി, പക്ഷേ ജഡേജ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്, സഞ്ജു ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ധോണിയുടെ വരവ് എക്സ്പെക്ട് ചെയ്തിരുന്നത് ഞാൻ എപ്പോഴെങ്കിലും ലാസ്റ്റ് കളിയിലോ, ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയാം, ഞാനിത് സ്റ്റോറി ആക്കിയതാണ്.
അതായത് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് റോർ 26 എന്ന് പറഞ്ഞ പരിപാടി CSK ഹോസ്റ്റ് ചെയ്തിരുന്നു. അതായത് പഴയ പ്ലേയേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് കളിച്ച്, എനിക്ക് തോന്നുന്നു ധോണിയുടെ ഫെയർവെൽ അതായിരുന്നു എന്നാണ്. ജസ്റ്റ് ഒരു തോട്ട് പറയാം. അതായത് ധോണിയുടെ ഫെയർവെൽ അതായിരുന്നു ഞാൻ പറയാൻ കാരണം, അവിടെ ധോണിക്ക് ആദരവ് അർപ്പിക്കുന്നു, പല ലെജൻഡറി താരങ്ങളൊക്കെ വരുന്നു, ധോണിയെ പറ്റി സംസാരിക്കുന്നു, 5 കപ്പിന് മുമ്പ് ഇരുന്ന് ധോണി ഫോട്ടോ എടുക്കുന്നു. ധോണി പിന്നെ ഡിസപ്പിയർ ആയി, പിന്നെ ഇല്ല, ഡഗൗട്ടിലില്ല, ഒരിടത്തില്ല. ധോണി ഹോട്ടൽ റൂമിലാണ്. ധോണി ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആരാധകർ ലാസ്റ്റ് കളിയായിട്ടും വന്നില്ല. ഇനി അടുത്ത സീസണിൽ ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷ എനിക്കും ഇല്ല. കഴിഞ്ഞു ധോണി എന്നൊരു ഇതിഹാസം കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അത് മാനേജ്മെന്റ് പുറത്ത് പറയാൻ കാരണം മാനേജ്മെന്റ് പുറത്ത് പറയാൻ സിറ്റുവേഷൻ അല്ല. CSKക്ക് ഇത്തവണയും കുറച്ച് ബാഡ്, ഇത്തവണ CSK നല്ല രീതിയിൽ പോയി എങ്കിൽ ചിലപ്പം മാനേജ്മെന്റ് പറഞ്ഞേനെ. പക്ഷേ CSKയുടെ ഇപ്പോൾ ഇത്തവണയും അത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് CSKയുടെ IPL തീർന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും മേ ബി. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇൻ കേസ് ധോണിക്ക്, പക്ഷെ നമ്മളെല്ലാം പറഞ്ഞ പോലെ, ഹരി പറഞ്ഞ പോലെ നമുക്ക് ലാസ്റ്റ് മാച്ച് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം CSK എന്തായാലും വെളിയിലായി, 2-3 മാച്ചത്തിന് മുമ്പേ വെളിയിലായി. അപ്പം വേണമെങ്കിൽ ആരാധകർക്ക് വേണ്ടി ചെന്നൈയിലൊരു മാച്ചെങ്കിലും ബാറ്റ് ഇറങ്ങായിരുന്നു, ഇമ്പാക്റ്റ് ഇറങ്ങായിരുന്നു. അപ്പോൾ അത്രത്തോളം പുള്ളി അത് ചിന്തിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ ശരി. ധോണി അതിനെക്കുറിച്ചിട്ട് പോലും ചിന്തിച്ചിട്ടില്ല. ഞാൻ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഒരു ആരാധകർക്ക് വേണ്ടി ഒരു കളി ബാറ്റ് ചെയ്യണം, അതുപോലും ചിന്തിച്ചിട്ടില്ല. അപ്പം ഹോപ്പ്ഫുള്ളി ദിസ് ഈസ് ആൻ എൻഡ് ഓഫ് എൻ എറ എന്ന് എനിക്ക് തോന്നുന്നു. CSK അവിടെ പക്ഷെ ഭയങ്കര ബുദ്ധി ഉപയോഗിച്ച് കളിച്ചതെന്ന് പറഞ്ഞാൽ, ടൂർണമെന്റ് തുടങ്ങുന്നതിന് 3 ദിവസം മുമ്പാണ് ധോണിക്ക് കാഫ് ഇഞ്ചറിയാണ്, 2 ആഴ്ച കളിക്കൂല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നത്. ശരി, അപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് വരുമെന്ന് വിചാരിച്ചിട്ട് അതുമില്ല. പക്ഷെ നൈസ് മൂവ് ആയിരുന്നു. അതായത് പറഞ്ഞു എന്നാൽ ഉണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു, എന്നാൽ ഇല്ലേന്ന്. ആ ഒരു ഷിഫ്റ്റ് ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷേ CSKയുടെ ഇതിനകത്ത് വെച്ചെന്ന് പറഞ്ഞാൽ സഞ്ജുവിലേക്ക് ആളുകൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങി. എന്നെ കീപ്പറായിട്ടും ഇപ്പം ആ ചേട്ടാ വിളി കുടിച്ചിട്ട് ഒരു ഇമോഷണൽ ബോണ്ടിങ് സഞ്ജുവിലേക്ക് ആളുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ലൈക്ക് ധോണി ഷിഫ്റ്റിംഗ് ടു സഞ്ജു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആളുകൾ വേറൊരു പ്ലെയറിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആവാൻ തുടങ്ങിയതും എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു സ്ട്രോങ് ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജു ആയിരിക്കും അടുത്ത CSK ക്യാപ്റ്റൻ എന്നാണ് എനിക്ക്. അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പിന്നെ ഞാൻ കളിക്കുമ്പോൾ സഞ്ജു, ഞാൻ മെഡിക്കൽ കോളേജ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് സഞ്ജു സാലിയും കൂടെ അവിടെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യാൻ വരാറുണ്ട്. അപ്പം വണ്ടേ കാണുന്നൊരു പയ്യനാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്നുള്ളത് ഒരാൾ നമ്മളെ കൂടെ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. നമുക്ക് അഭിമാനമാണ് എന്തൊക്കെ പറഞ്ഞാലും. അത് പണ്ട് ഒരു മലയാളി ഇന്ത്യൻ ടീം കളിക്കുക എന്നത് വളരെ വലിയ കാര്യത്തിൽ നിന്നാണ്. ഒരു രാജസ്ഥാൻ റോയൽസ് പോലെ ഒരു വലിയൊരു ഫ്രാഞ്ചൈസിയുടെ ക്യാപ്റ്റൻസി 3-4 വർഷം ചെയ്യുക, അതിനെ അടക്കി വാഴുക, അത് കഴിഞ്ഞ് ഇന്ത്യൻ ടീം പോലെ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ, അങ്ങനെ ഒരു ചിന്ത അവർ ചിന്തിച്ചത് തന്നെ വളരെ വലിയ അച്ചീവ്മെന്റ് ആണ് മലയാളികൾക്ക്. സഞ്ജുവിന് ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. ഞാൻ അമ്പയർ അനന്തപുരം ഇന്റർവ്യൂ എടുത്തിരുന്നു, പുള്ളിയും പറഞ്ഞു പ്രതീക്ഷിച്ചിരുന്നു ഒരു ഫ്രണ്ട്. കാരണം ഈ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് കിട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഉണ്ടാകില്ല. പല പ്ലേയേഴ്സും പല പഴയ പ്ലേയേഴ്സും അത് പറഞ്ഞു, പ്രെഡിക്റ്റ് ചെയ്തു സഞ്ജു ആയിരിക്കാം ക്യാപ്റ്റൻ എന്നുള്ളത്. അപ്പോൾ അടുത്ത വർഷം എനിക്ക് തോന്നുന്നു ഇപ്പം ഋതുരാജിൻ്റെ ഫോമും കൂടെ കൺസിഡർ ചെയ്ത് മിക്കവാറും ഒരു വന്ന വർഷമായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സഞ്ജുവിന് ഈ വർഷമേ ക്യാപ്റ്റൻസി കൊടുക്കാത്ത CSK. ഓക്കെ ഫൈൻ. ചിലപ്പം സഞ്ജുവിന് 2ാമത്തെ വർഷം എന്തായാലും അവർ റീതിങ്ക് ചെയ്യും, ഉറപ്പായിട്ട് റീതിങ്ക് ചെയ്യും. പിന്നെ നമുക്ക് തമിഴന്മാരും മലയാളികളും തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. എന്ത് പറഞ്ഞാലും ഇപ്പോൾ മൂവീസ് എടുത്താൽ തന്നെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. നമുക്ക് മലയാളികൾക്ക് ഒരു തമിഴ് സിനിമ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം സിനിമ കാണുന്ന പോലെയാണ്. അതേപടിയാണ് ഇപ്പോൾ ഒരു മലയാളികൾക്ക് സഞ്ജു ഇപ്പോൾ കേരളത്തിന് ടീമില്ല IPL. സോ സഞ്ജു തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാടിന് കളിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ തമിഴുണ്ട അല്ലെങ്കിൽ മലയാളിയുടെ എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നമുക്കൊരു അതാണ്. അപ്പം എല്ലാവരും ചിന്തിച്ചു തുടങ്ങി, ധോണി മാറി സഞ്ജു ആ ടീമിന്റെ ഫേസ് എന്നുള്ളത് ചിന്തിച്ചു തുടങ്ങി എല്ലാവരും. കീപ്പർ അടുത്ത ക്യാപ്റ്റനും ആവട്ടെ ചിന്ത വരികയാണ്. ഈ ബൗളിംഗിലേക്ക് വരുമ്പോഴേ സ്പിന്നേഴ്സ് മാറ്റി നിർത്തിയാൽ മുഹമ്മദ് സിറാജ് ആയിരിക്കും അറ്റാക്ക് ലീഡ് ചെയ്യുന്നത്, ബൗളിങ്ങിന്റെ പേസ് അറ്റാക്ക്. ഹർഷത് റാണ ഉണ്ട്, ഹർഷദീപ് ഉണ്ട്, അല്ല ഹർഷദീപ് ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് പേസ് അറ്റാക്ക്. ഏഷ്യൻ ഗെയിംസിലേക്ക് വരുമ്പോഴേക്കും സിറാജിനെ മാറ്റിയിട്ട് ബുംറ വരുന്നുണ്ട്. ഇതാണ് ചേഞ്ച്. ഈ ബോളിംഗ് അറ്റാക്ക് എങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് വൈ നോട്ട് ഭുവനേശ്വർ എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും? വൈ നോട്ട് ഭുവനേശ്വർ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തവണ തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഈ ക്രിക്കറ്റ് അങ്ങനെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളല്ല, പക്ഷേ എങ്കിലും ഈ IPL കണ്ടിട്ട് എനിക്ക് ഏറ്റവും സെൽറ്റസിൻ്റെ ബാഡ് ഡിസിഷനായിട്ട് തോന്നിയത് ഒന്ന് ഭുവനേശ്വർ കുമാറിനൊരു റീ എൻട്രി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം 36 years ആയി ഭുവനേശ്വർ കുമാറിന്. ഈ അടുത്ത വേൾഡ് കപ്പ് വരെ പോവില്ല എന്നുള്ള ഡൗട്ടാണ്. അപ്പം നമുക്കൊരു മെസ്സേജ് പാസ് ചെയ്യായിരുന്നു അവർക്ക്. അതായത് ഭുവനേശ്വർ കുമാർ, യു ഡിഡ് എ ഫാബുലസ് ജോബ് ഇൻ ദ IPL റീസെൻ്റ്ലി. നിങ്ങൾ ഉഗ്രായിട്ട് ചെയ്തു, ഇത്രയും ഫാബുലസ് ആയിട്ട് എറിഞ്ഞു. അപ്പം ഹിയർ ഈസ് യുവർ റിവാർഡ് ഫോർ
വാട്ട് യു ഡൺ എന്ന് പറഞ്ഞൊരു റിവാർഡ് എന്നുള്ള രീതിയിൽ ഈ ടൂർണമെൻറ്റ് കൊടുക്കായിരുന്നു. അപ്പം ഓക്കെ, ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞ് ചിലപ്പം ലാസ്റ്റ് ടൂർണമെൻ്റ് ആയിരിക്കും, പക്ഷേ അത് കൊടുക്കായിരുന്നു ഭുവനേശ്വർ കുമാറിന്. അപ്പോൾ അതൊരു മെസ്സേജാണ് എല്ലാവർക്കും, യൂത്തിനായാലും എല്ലാവർക്കും പാസ് ചെയ്യുന്നത്. നെവർ ദർ ഇസ് എൻ ഫോർ ഒരു ഇന്ത്യൻ ടീമിലോട്ട് ഉള്ള വാതിൽ അടഞ്ഞിട്ടില്ല, അടയില്ല ആർക്കും. പെർഫോമൻസ് ഓൺലി മാറ്റേഴ്സ്. നിങ്ങൾക്ക് എപ്പോഴും കൂടിയായാലും പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴും കളിക്കാം, എപ്പോഴും കളിക്കാം എന്നൊരു മെസ്സേജ് ഇവർക്ക് പാസ് ചെയ്യായിരുന്നു. കാരണം അർഹിക്കുന്നുണ്ട് ഭുവനേശ്വർ കുമാർ. ഞാൻ പറഞ്ഞ വൈഭവും ഭുവനേശ്വറും വന്നിരുന്നെങ്കിൽ പെർഫെക്റ്റ് ആണ്. ലൈക്ക് പ്രായം കുറഞ്ഞ ആൾക്കാണെങ്കിൽ ഇഫ് യു ഹാവ് ടാലന്റ് നിങ്ങൾ അകത്ത് കയറും. ഭുവനേശ്വർ ആയാലും സെയിം അല്ലേ, അത് കൊടുക്കായിരുന്നു. കാരണം സീമിംഗ് കണ്ടീഷൻ, കുറച്ചുകൂടെ സീമിംഗ് കണ്ടീഷൻസ് ഉള്ള വിക്കറ്റാണ് ഇംഗ്ലണ്ടിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ സിറാജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിറാജ് ഓവറിൽ വർക്ക് ലോഡ് ഭയങ്കരമാണ്. ടെസ്റ്റ്, വൺ ഡേ, T20, IPL, ഒരു മനുഷ്യല്ലേ. അപ്പം ഇതിൽ നിന്നൊരു റെസ്റ്റ് കൊടുക്കായിരുന്നു സിറാജിനാണെങ്കിൽ. അപ്പോൾ ഭുവനേശ്വർ കുമാർ വന്നു കഴിഞ്ഞാൽ സിറാജിന് റെസ്റ്റ് കൊടുക്കാം. അർഷദീപ് സിംഗിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും ചിന്തിച്ചാൽ മതി, അർഷദീപ് സിംഗിൻ്റെ IPL വളരെ മോശമായിരുന്നു. പക്ഷേ ബെസ്റ്റ് T20 ബോളറാണ്, ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ മോശമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു സ്ലോട്ടിൽ ഭുവനേശ്വർ കുമാർ ഈസി ആയിട്ട് അവർക്ക് കൊടുക്കായിരുന്നു. ലെഫ്റ്റ് ഹാൻഡർ പ്രതീക്ഷിച്ചായിരിക്കും അങ്ങനെ കൊടുത്തത്. 3 സീമേഴ്സ് എന്തായാലും കളിക്കും ഇംഗ്ലണ്ടിൽ. 3 സീമേഴ്സ്, ഒരു ഓൾറൗണ്ടർ, ഒരു സ്പിന്നർ, അങ്ങനെ ആയിരിക്കും മിക്കവാറും. അങ്ങനെയെങ്കിൽ 3ാമത്തെ സീമറായിട്ട് ഹർഷിത് റാണയ്ക്ക് ആയിരിക്കും ഹർഷിത് റാണ കുറച്ച് ബാറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ചിലപ്പം മേ ബി ഹർഷിത് റാണ ആയിരിക്കും ഉണ്ടാകുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി അല്ലെങ്കിൽ ദുബെ, ഈ രണ്ടാണ് ഉള്ള മെയിൻ ചലഞ്ച്. അതിൽ ഒരു 4th സീമർ എന്നുള്ള രീതിയിൽ നമ്മൾ ആരെ പോകും? ശിവൻ ദുബെ പോവോ, നിതീഷ് കുമാറിന് പോവോ? എൻ്റെ ഒരു തോട്ട് ശിവൻ ദുബെയാണ്. പക്ഷേ ആസ് എ 4th സീമർ എനിക്കൊരു നിതീഷ് കുമാറാണ് കുറച്ച്, പക്ഷേ ബെറ്റർ ബാറ്റ് എന്തുകൊണ്ടും ശിവൻ ദുബെയാണ്. അതും ഒരു ചലഞ്ചിങ് ആയിരുന്നു കേട്ടോ സെൽറ്റേഴ്സിന്. ഈ രണ്ടിലാരെ കളിപ്പിക്കും എന്നുള്ളത് ചലഞ്ചിങ് ആയിരിക്കും. ഈ ഇമ്പാക്ട് പ്ലെയർ റൂൾ എങ്ങനെയാണ് അത് കാണുന്നത്? കാരണം ഞാൻ ഇപ്പം ഇമ്പാക്ട് പ്ലെയേഴ്സ് വരുമ്പോഴേക്കും ഇതെങ്ങനെയാണിത് മുന്നോട്ടുണ്ടോ, ഓൾറൗണ്ടേഴ്സിന് സ്പേസ് ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അല്ല, ഈ ടൂറിൽ അല്ല, ടൂർണമെന്റ് അല്ല, ഞാൻ IPL ആയിരുന്നു. ഇമ്പാക്ട് പ്ലെയർ റൂൾ എങ്ങനെ നോക്കി കാണുന്നത്? ബെനിഫിറ്റ് പരിപാടിയാണ്. കാരണം എന്താണ് നമ്മൾ IPL ഉദ്ദേശിക്കുന്നത്? ഫ്രാഞ്ചൈസി ക്രിക്കറ്റാണ്, ടോട്ടലി എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ കളി ഇപ്പോൾ പലരും ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ തന്നെ പറഞ്ഞ ആ ഫോർമാറ്റ് കുറച്ചുകൂടെ വെട്ടിക്കുറയ്ക്കാൻ, അതായത് 10 ആക്കാന്ന് വരെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും സമയമില്ല, എല്ലാവർക്കും കുറച്ച് സമയത്തിൽ കൂടുതൽ എൻ്റർടൈൻമെൻറ്റ്, അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ നമുക്ക് കറക്റ്റായിട്ട് ഇമ്പാക്ട് പ്ലെയർ നമുക്ക് ബെഞ്ച് സ്ട്രെങ്ത് വേണം, എങ്കിൽ അതൊരു ടീമിന് ഗുണമുള്ള കാര്യം തന്നെയാണ്. നല്ലൊരു ഇമ്പാക്ട് പ്ലെയർ ഉണ്ടെങ്കിൽ അത് ടീമിന് ഗുണം തന്നെയാണ്. കാരണം ഒരു സിറ്റുവേഷൻസ് എപ്പോഴും വേണമെങ്കിൽ ചേഞ്ച് ആവാം. ആ സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പം ഒരു ടീം 5 വിക്കറ്റ് 6 വിക്കറ്റ് ഒരു 50 റണ്ണിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ബാറ്റ്സ്മാൻ വേണം എന്തായാലും. അങ്ങനെ സിറ്റുവേഷനിൽ ഇമ്പാക്ട് പ്ലെയർ അത് കൊള്ളാം ആക്ച്വലി എന്നാണ് എൻ്റെ വിശ്വാസം. ബാറ്ററിനെ മാറ്റി നിങ്ങൾക്കൊരു ബൗളറിനെ പ്ലേസ് ചെയ്യാം, അത് ഒരു നിങ്ങളുടെ ചാൻസ് വരുമ്പോഴേക്കും മാറ്റാം. അപ്പോൾ ഈ ഓൾറൗണ്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രം ഒരു ചോദ്യചിഹ്നം വരത്തില്ലേ? ഓൾറൗണ്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ചോദ്യചിഹ്നം വരും. പക്ഷേ എങ്കിൽ ഞാൻ ഒരു ആസ് എ പ്ലെയർ നമ്മൾ 11 വരെ എന്നുള്ളത് ഒരു 12 പേർക്ക് കളിക്കാം, 12 പേർക്ക് ഒരു ടീമിൽ കളിക്കാം. അപ്പോൾ അവർ ഒരാളുടെ കൂടെ ചാൻസസ് കൂടെയാണ്. പിന്നെ ആ ടീമിന് ബെനിഫിറ്റ് ആണെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് വേണ്ടെന്ന് പറയും അല്ലേ? നമുക്ക് ഇമ്പാക്ട് പ്ലെയർ നമുക്ക് അത്രയും ബെനിഫിഷ്യൽ ആണെന്ന് തോന്നും. കാരണം ഒരു പ്ലെയറിൻ്റെ ജീവിതം മാറാം, ഒരു ടീമിൻ്റെ ഒരു ടൂർണമെൻറ്റിൻ്റെ മാറാം ഒരു ഇമ്പാക്ട് പ്ലെയർ വഴി, ഒരു കളി ജയിക്കാം ഇമ്പാക്ട് പ്ലെയർ വഴി. അപ്പോൾ എന്തുകൊണ്ട് അത് ആയിക്കൂടാ? ഈ തിലക് വർമ്മയുടെ വൈസ് ക്യാപ്റ്റൻസി കാണുന്നത് ഒരു ഭാവി ക്യാപ്റ്റൻസി എന്നുള്ള രീതിയിലാണോ, അതോ ജസ്റ്റ് ഒരു ചേഞ്ച് എന്നുള്ളത് മാത്രമാണോ? കാരണം അക്സർ ഭാവി ക്യാപ്റ്റൻ ഒന്നും ആയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രിയോ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഒരു സൂര്യകുമാർ യാദവ്, ഹർദീപ് പാണ്ഡ്യ, പിന്നെ നമ്മുടെ അക്സർ പട്ടേൽ, ഈ 3 പേരായിരുന്നു ക്യാപ്റ്റൻസി സർക്കിൾ ഉണ്ടായിരുന്നത്. ഈ 3 പേര് ഇപ്പോൾ ഔട്ടായപ്പോൾ അടുത്ത 3 പേരിലോട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എനിക്ക് ഡൗട്ടുണ്ട്. സഞ്ജു, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, ഈ 3 പേരായിരിക്കാം അവർ ചിന്തിക്കുന്നത് ഇനി അങ്ങോട്ടും. അപ്പം തിലക് വർമ്മ ചുമ്മാ എന്തായാലും പിടിച്ച് വൈസ് ക്യാപ്റ്റൻ ആവില്ല. കാരണം സഞ്ജു ഉണ്ട് അവിടെ, സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കായിരുന്നു. പക്ഷേ ഫസ്റ്റ് കീപ്പർ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, സഞ്ജുവാണ് എന്ത് ഫസ്റ്റ് കീപ്പർ സ്ലോട്ട് കൊടുത്തില്ലെങ്കിൽ പോലും സഞ്ജുവാണ് ഓൾറെഡി ഫ്രണ്ട് റണ്ണർ. അപ്പം എനിക്ക് തോന്നുന്നു സഞ്ജുവിന് വൈസ് ക്യാപ്റ്റൻ കൊടുത്തില്ലെങ്കിൽ അടുത്ത് സഞ്ജു എപ്പോഴും ക്യാപ്റ്റൻ ആവാം. വൈസ് ക്യാപ്റ്റൻ തന്നെ അടുത്ത് ക്യാപ്റ്റൻ ആവണമെന്നില്ല. അപ്പം ഈ 3 പേരും കൺസിഡറേഷനിലുണ്ട്. നിങ്ങൾ 3 പേരായിരിക്കാം എന്നൊരു മെസ്സേജ് ആയിരിക്കും അവർ കൊടുത്തത്. ഇല്ലെങ്കിൽ ഇവർ നേരത്തെ ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഈ 3 പേര് ഫ്രണ്ട് റണ്ണേഴ്സ് ആണ്. ഓൾറെഡി അങ്ങനെ ഒരു മെസ്സേജ് റൂമേഴ്സ് അങ്ങനെ പടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ ഫൈനൽ ക്വസ്റ്റ്യൻ, എങ്ങനെ
വിലയിരുത്തുന്നു ഈ ടീം. അയർലൻഡ്, ഇംഗ്ലണ്ട്, ഏഷ്യൻ ഗെയിംസ്, വേൾഡ് കപ്പ്, അങ്ങനെ ഒരു യാത്രയുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ലൈക്ക് നമ്മളിപ്പോൾ ഇത്രയും വെച്ച് ഒരു പ്ലേയിങ് 11 സംസാരിക്കുമ്പോൾ ഈ പ്ലേയിങ് 11 ആണെങ്കിൽ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ രജത് പട്ടിദാർ ഒന്നും ഇല്ല ഇൻക്ലൂഡ്. ഞാൻ അത് പറഞ്ഞാണ് നമ്മളൊരു ഈ നടുക്കോട്ട് ചിന്തിക്കുമ്പോഴേ രജത് പട്ടിദാറിന് എന്തുകൊണ്ട് അർഹിക്കുന്നുണ്ട് ഈ ടീമിൽ വരെ. അമ്മാതിരി ഇമ്പാക്ട് ആയിരുന്നു ഇത്തവണ രജത് പട്ടിദാർ. 2 തവണയായിട്ട് 18 വർഷമായിട്ട് കിട്ടാത്ത കപ്പ് 2 വർഷം കപ്പ് അടിച്ച്. രജത് പട്ടിദാറിന്റെ ഒരു ഇത്. പിന്നെ ഈ കുറച്ചും കൂടെ അൺക്യാപ്ഡ് പ്ലേയേഴ്സിന് നോക്കണമെങ്കിൽ മറ്റേ നമ്മുടെ ഈ കാമ്പോജ് ഇല്ലേ, കാമ്പോജ് നല്ലോണം ചെയ്തിട്ടുണ്ട്. അൻഷുൽ കാമ്പോജ് നല്ലോണം ചെയ്തിട്ടുണ്ട്. ഈ എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷേ സീം ബോളിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം കാമ്പോജിന് വെച്ചാൽ നല്ല സീം പൊസിഷനും ബാക്കി വിക്കറ്റ് ടേക്കറാണ്. ഒരു പഴയ ഒരു നമ്മളെ പല ബൗളേഴ്സിനും മഗ്രാത്ത് അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു സീം പൊസിഷൻ ഉണ്ടായിരുന്നു. ആ T20 ആ ഒരു സീം പൊസിഷൻ കീപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഒരു പെർഫെക്റ്റ് 11 ഇല്ല, ഉറപ്പായിട്ടും ഇതിലിനി ഹർദിക് പാണ്ഡ്യ എപ്പോഴാണ് തിരിച്ചു വരാം, സൂര്യകുമാർ യാദവിന് പെർഫോം ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ അതുകൊണ്ട് ബാറ്റിംഗ് അവിടെ ഓക്കെയാണ്. എനിക്ക് ഇപ്പോഴും കൺസേൺസ് ഉള്ള വിഷയം ഒരു കുറച്ചുകൂടെ നല്ലൊരു ഫാസ്റ്റ് ബോളർ ബുംറ വരുമ്പോൾ ശരിയാവും കേട്ടോ. ബുംറ വരുമ്പോൾ ബുംറ ഓൾമോസ്റ്റ് അതൊരു ഈ ഇംഗ്ലണ്ട് പോകുന്ന സ്ക്വാഡ് മിക്കവാറും മിസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് ബുംറ ആയിരിക്കും. ബുംറ കാരണം ഇതൊരു ചലഞ്ചിങ് ആണ് ഈ ടൂർ. കാരണം സീമി പൊസിഷൻസ് അല്ലെങ്കിൽ കുറച്ച് നല്ല ടീം. ഇംഗ്ലണ്ട് നല്ല T20 ടീമാണ്. ഈ ഇതിലറിയാം കുറച്ച് പുതിയ പ്ലേയേഴ്സിൻ്റെ എല്ലാം ക്യാപ്പബിലിറ്റി എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ നല്ല രീതിയിൽ വരും എന്ന് തോന്നുന്നു. കാരണം ഇന്ത്യ T20 അറ്റ് പ്രസൻറ്റ് ബെസ്റ്റ് ടീമാണ്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ IPL തന്നെ നോക്കിയാൽ തന്നെ ഇപ്പോൾ എത്ര പേരുണ്ട് വെളിയിൽ. ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ നമുക്ക് കയറാൻ ഒരുപാട് നിൽപ്പുണ്ട്. ടാലൻ്റൊന്നും ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇന്ത്യ ഇതിപ്പോൾ ഒരു പരീക്ഷണ കാലമായിരിക്കാം. ചില സക്സസ് ആയാൽ അത് വലിയൊരു നേട്ടമാകും. അബണ്ടൻസ് ഓഫ് ടാലൻ്റ് ആണ് ഇന്ത്യയുടെ നിലവിലത്തെ വിഷയം. എന്തായാലും മദൻ സന്തോഷം. കാരണം എനിക്ക് നല്ലൊരു ക്ലിയർ പിക്ചർ തന്നു. എനിക്കൊരു ടേക്ക് അവേ ഇതാണ്, ഒരു ക്ലിയർ പിക്ചർ കിട്ടി. ഞാൻ ഇത്രയും ഒരു പ്ലേയിങ് 11 എന്തായിരിക്കും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ റാദർ ദാൻ ഫൺ ടോക്ക് എനിക്ക് CCLനെ പറ്റിയും നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. CCL അടിപൊളിയാക്കണം. ഇത്തവണ ഉറപ്പായിട്ട് നമ്മൾ ഇത്തവണ എന്തായാലും അടിക്കണം. നമ്മൾ ഇപ്പോഴും നോക്കുന്നുണ്ട്. ഇത്തവണ ഈ IPL പോലെ നമ്മളിപ്പോൾ ടാലന്റ് പോലെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ജന്മത്തിൽ നമ്മുടെ ഒരു സെലിബ്രിറ്റി ടീം ഇങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട്. ഈ ഒരുപാട് CCF സെലിബ്രിറ്റീസിന്റെ ടൂറിന് നടക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസർ ടൂർ നടക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല ആൾക്കാരെ കിട്ടുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു പ്രൊഫഷൻ ടച്ച് ആയില്ലേ. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു പോസിറ്റീവ് സാധനമാണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും പലരും ആഗ്രഹിക്കുന്നുണ്ട് CCL ടീമിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ആ ടീമും പൊളിക്കും. അത് കപ്പിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കും. പഠിക്കണം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.